പാക് സർക്കാരിനെതിരെ ഇപ്പോൾ അമേരിക്കയുടെ ഒരു ഉപരോധം വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് പാകിസ്ഥാനെ വിളിച്ചു വരുത്തി അമേരിക്ക അപമാനിച്ചു എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളെല്ലാം എഴുതുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നോക്കാം. ഇപ്പോഴിതാ പാകിസ്ഥാൻ്റെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുകയും അവിടെയുള്ള ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു ഉഭയകക്ഷി ബില്ല് US കോൺഗ്രസിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് മുതിർന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വയ്ക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. പാകിസ്ഥാൻ സ്വാതന്ത്ര്യ അക്കൗണ്ടബിലിറ്റി ആക്ട് HR 5271 എന്ന് വിളിക്കപ്പെടുന്ന ഈ ബില്ല് ഉചിതമായിട്ടുള്ള നടപടിയെടുക്കാൻ US പ്രസിഡന്റിന് അധികാരം നൽകുന്നുണ്ട്. 2016 ഗ്ലോബൽ മഗ്നീഷ്യം എന്ന പേരിൽ ഒരു നിയമം പാസാക്കിയിരുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങളിലും അഴിമതിയിലും ഏർപ്പെട്ടിരിക്കുന്ന വിദേശ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഇത് നിരോധിക്കുന്നു. കൂടാതെ അവരുടെ US ആസ്ഥാനമായുള്ള ആസ്തികൾ മരവിപ്പിക്കുകയും US-ലേക്ക് യാത്ര ചെയ്യുന്നത് നിരോധിച്ചിരിക്കുകയും ചെയ്യുന്നു. ബിൽ പാസാക്കിയ ഭരണകക്ഷി MP ആയിട്ടുള്ള ബിൽ ഹുയിസെങ്ക പറയുന്നത്, ഞങ്ങൾ നിശബ്ദത പാലിക്കില്ല. US പാകിസ്ഥാൻ ഗവൺമെൻറ് സൈന്യം നിലവിലുള്ളതും മുൻകാല സുരക്ഷാ സേനകളും നടത്തിയ നഗ്നമായ മനുഷ്യാവകാശ ലംഘനങ്ങളെ ഞങ്ങൾക്ക് അവഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൊണാൾഡ് ട്രംപ് കോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇന്ത്യയെ ഒന്ന് സുഖിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. പാകിസ്ഥാനുകളുടെ ഈ പെട്ടെന്നുള്ള മനോഭാവം ഒറ്റ നോട്ടത്തിൽ ഞെട്ടിക്കുന്നതായി തോന്നിയേക്കാം. കാരണം പ്രസിഡന്റ് ട്രംപ് വളരെ കാലം മുമ്പ് പാകിസ്ഥാനിൽ വലിയൊരു നേതാവായി വളർന്നു വരുന്ന ഫീൽഡ് മാർഷൽ മുനീറിന് ഉച്ചഭക്ഷണം, അതായത് ഉച്ചവിരുന്ന് നൽകിയിരുന്നു. എന്നാൽ യഥാർത്ഥ വസ്തുത എന്തെന്നാൽ അസീം മുനീർ ചൈന സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെ ജപ്പാനെതിരായിട്ടുള്ള ചൈനയുടെ വിജയത്തിൻ്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ചൈനയിൽ നടന്ന മഹത്തായ ശക്തി പ്രകടനത്തിൽ മുനീർ ഷഹബാസ് ഷെരീഫിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനാൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരു മറയ്ക്കൽ മാത്രമാണെന്നും യഥാർത്ഥ പ്രശ്നം ചൈനയുമായുള്ള പാകിസ്ഥാൻ്റെ ബന്ധത്തിലാണെന്നത് സ്വാഭാവികമാണ് എന്നുമാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. അതായത് ചൈനയുമായി പാകിസ്ഥാൻ അടുക്കുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ഡോസ് അമേരിക്ക നിലവിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മൊത്തത്തിലുള്ള സംസാരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.